ഇതാണ് നമ്മളെ ചെറിയ കുഞ്ഞു വീട്. മാഷാഅല്ലാഹ് അത് മതി. നമ്മൾ 2 കുട്ടികളും പെണ്ണുങ്ങളും ഞാനും പിന്നെ ചെറിയ പെങ്ങളുപ്പിയും പിന്നെ അനിയന്മാരൊക്കെ വരാനുള്ളത്. അപ്പോൾ ചെറിയൊരു വീട് തൽക്കാലം മുകൾക്ക് എടുക്കണില്ല കേട്ടോ. അനിയൻ്റെ കല്യാണം ഉണ്ടായതുകൊണ്ട് തൽക്കാലം എന്താണ് ഫെബ്രുവരിയിൽ അനിയൻ്റെ കല്യാണം വരണം. അപ്പോൾ നമുക്ക് അതിൻ്റെ മുന്നായിട്ട് ആ സമയത്ത് കണ്ടിട്ട് എന്ത് ചെയ്യണം, നമ്മളെ വീടും കുടിയിരിക്കാനുള്ളൊരു സെറ്റപ്പിക്ക് കൊണ്ടുവരാമെന്നാണ് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബാപ്പൊക്കെ പറഞ്ഞിങ്ങനെ കുടിയിരിക്കാനുള്ളൊരു സെറ്റപ്പിക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതിൻ്റെ പരിപാടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പണികളിതാ ഇങ്ങനെ കഴിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു കുട്ടി പോർച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് ചെറുത്. എൻ്റെ ബൈക്ക് ഓട്ടോറിക്ഷയൊക്കെ നിർത്താൻ വേണ്ടിയിട്ട്. എൻ്റെ പെണ്ണുങ്ങൾക്കാണെങ്കിൽ എപ്പോഴും ഓട്ടോറിക്ഷ വീട്ടിൽ വേണം, എപ്പോഴും ഓട്ടോറിക്ഷ വേണം അവൾക്ക്. കാരണം നമ്മൾ ഓട്ടോറിക്ഷ നല്ല ഉണ്ടായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് അതിൻ്റെ ആ ഒരു ഇതാ അറിയാം. അതുകൊണ്ട് തന്നെ ഒരു ഓട്ടോറിക്ഷ എപ്പോഴും വേണം. അതിനൊരു കണക്കാക്കിയിട്ടാണ് ഈ ഒരു പോർച്ച് ഉണ്ടാക്കി കേട്ടോ. കാറൊന്നും എടുക്കാൻ നമ്മളെങ്ങനെ ഉദ്ദേശിക്കണേ, എടുക്കണേ ഇൻഷാ അല്ലാഹ് താറ അങ്ങനത്തെ എന്തെങ്കിലും കാർ എടുക്കാമെന്നാണ് ഉദ്ദേശം. അപ്പോൾ സിറ്റൗട്ട് ഇങ്ങനെ തേച്ച് സെറ്റപ്പായി. തേപ്പ് എങ്ങനെ ഉണ്ട്, കുഴപ്പമില്ലല്ലോ, ഉഷാറല്ല, സെറ്റല്ല ഉണ്ട്. പിന്നെ സിറ്റൗട്ടിന് അത്യാവശ്യം ഒരു കട്ടിലൊക്കെ കുറച്ചൊരു ഹെവി ആക്കിയിട്ട് വെച്ചിരിക്കണം കേട്ടോ. 9x4 കട്ടിൽ വെച്ചിരിക്കണം. അന്ന് ഇത് ഈ മരം നശിച്ചു പോകാനുള്ള മരമാണ് ശരിക്ക്. പക്ഷെ അത് ഗിരിയേട്ടൻ എന്ന് പറഞ്ഞാൽ ആശേരി നല്ല വൃത്തിയിൽ അന്നെടുത്തുന്ന അതിൻ്റെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും കട്ടിലെപ്പണ സമയത്ത് തോന്നണേ. കാരണം എന്താ വെച്ചാൽ ഇത് അത്രയും പൊത്തുള്ള മരങ്ങളെ കേട്ടോ. ഒരു പൊത്തുള്ള 100 ചില്ലാനം കൊല്ലം പഴക്കമുള്ള ഒരു വലിയൊരു പൊത്തുള്ള മരമാണ്. ഇതിൻ്റെ ഉള്ളിലൊരു ഹോൾസ് ഉണ്ട് കേട്ടോ. നടുവിൽ സെൻറ്ററിലൊരു കറുത്തൊരു ബ്ലാക്ക് ഹോൾസ് ഉണ്ട്. പക്ഷേ കാണില്ല, അത് തിരിച്ചിട്ടിട്ട് അടിയിലേക്ക് ഇട്ടിക്കണ്. അങ്ങനെ ഉള്ള മരത്തിൽ വന്ന് എടുത്തൊരു കട്ടിലാണിത്. പിന്നെ ഇതൊക്കെ ഇരുള് ഗിരിയേട്ടന് പാലക്കാട് പോയിട്ട് കൊടുത്തിട്ട് വെച്ച് സെറ്റപ്പാക്കി തന്നാട്ടോ. ഡൈനിങ് ഹാളിലും ഇതേപോലെ ഒരു വലിയൊരു മറ്റേ വിൻഡോ ഈ ഭാഗത്തുണ്ട്. പിന്നെ ഈ ഭാഗത്ത് അതേപോലെ തന്നെ അതിനേക്കായി കുറഞ്ഞൊരു വിൻഡോ ഇവിടെയും വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഡൈനിങ് ഹാൾ അത്യാവശ്യം ഒരു സെറ്റപ്പിൽ ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടില്ല ഞങ്ങൾ. പിന്നെ ഇവിടെ മേലേക്കുള്ള സ്റ്റെയർ എന്താക്കിയിട്ടുണ്ട്, ചെയിൻ ആക്കിയിട്ടുണ്ട്. അടിയിൽ ചെറിയൊരു സ്റ്റോർ റൂം. എൻ്റെ പെണ്ണുങ്ങൾക്ക് സ്റ്റോർ റൂം നിർബന്ധമായതുകൊണ്ട് തന്നെ അവൾക്ക് അവിടെ ഒരു സ്റ്റോർ റൂം ആണെന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്ത് സ്റ്റോർ റൂം പിന്നെ ഇൻവേർട്ടറിൻ്റെ പോയിൻ്റ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്ത് ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ അവന് ഇൻവേർട്ടർ സോളാറിൻ്റെ സിസ്റ്റമൊക്കെ തന്നെ തോന്നുന്നു. ആ സംഭവങ്ങൾ എനിക്ക് അതിനെ പറ്റി ഡീറ്റെയിൽ അറിയില്ല. ഇതാണ് തോന്നുന്നു സോളാറിൻ്റെ വയറ്. പിന്നെ അവിടെ ഇൻവേർട്ടറിൻ്റെ സംഭവങ്ങളൊക്കെ വന്ന് അതേപോലെ തന്നെ നമ്മൾ ഈ യൂട്യൂബ് കൊണ്ടുള്ള ഏറ്റവും ഗുണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഈ ഭാഗത്ത് ഇങ്ങനെ കണ്ടില്ല നിങ്ങൾ. പിന്നെ ബീമിൻ്റെ പണി വർക്കുകളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വന്ന് പിന്നെ യൂട്യൂബ് കൊണ്ടുള്ള ഏറ്റവും ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലേക്ക് ഈ റൂമിക്ക് പോണ വഴിയിൽ ഇവിടെ ഒരു ബാത്റൂമുണ്ട്. ഇങ്ങനെ ഒരു ചെറിയൊരു ഫോയറിനാണ് റൂമിക്ക് പോക്ക്. ഈ വഴിയിൽ നിന്ന് ഇവിടെ ഒരു ബാത്റൂമുണ്ട്. അപ്പോൾ ഞാൻ അന്ന് ഇപ്പുറത്തൊരു ഡി ബി ബോക്സ് ഈ ഒരു ഡി ബി ബോക്സ് സത്യത്തിൽ എൻ്റെ ഭാര്യയ്ക്ക് ഈ റൂമിൽ മുസാഫ് വെക്കാൻ പ്രത്യേക ഒരു സ്ഥലമാണെന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ ഒരു ഒഴിവ് ഇട്ടീന്ന്. അപ്പോൾ അതിലൊരു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഉണ്ട്, ഈ ബാത്റൂമിൽ നിന്ന് ഇറങ്ങുന്ന ഭാഗത്ത് നിങ്ങൾ മുസാഫ് വെക്കരുത് എന്ന് കമൻറ്റ് കണ്ടപ്പോൾ അങ്ങനെയാണ് ഇലക്ട്രീഷ്യൻ എന്ത് ചെയ്ത് അറിയാം, ഇത് മാറ്റിയിട്ട് എന്ത് ചെയ്ത് ഇത് നേരെ ഡി ബി ആക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഡി ബി ആക്കിയത് കേട്ടോ. അപ്പോൾ ഈ ഡോർ ഇങ്ങോട്ട് തുറന്നു നിന്ന് കഴിഞ്ഞാൽ വലിയൊരു കാണാൻ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കണം. മെയിൻ ഡോർ വലുത് ഇങ്ങോട്ടല്ല തുറന്നിക്കില്ല. അപ്പോൾ ഒരു വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിക്കല്. കാഴ്ചക്കൊരു ചെറിയ പ്രയാസം ഉണ്ടാവും. പക്ഷെ എന്നാലും ഇവിടുന്ന് മുസാഫിൻ്റെ പോയിൻ്റ് മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഇൻഷാ അല്ലാഹ് ഇവിടെ ഇതിൻ്റെ ഇൻറ്റീരിയറിൻ്റെ വർക്ക് നടക്കുമ്പോൾ ഈ ഭാഗത്ത് റൂമിൻ്റെ ഈ ഭാഗത്ത് അവൾക്ക് ഒരു സെറ്റപ്പ് ചെയ്ത് കൊടുക്കുക അവിടെ. അല്ലെങ്കിൽ ഈ ഭാഗത്ത് ഇങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്ത് കൊടുക്കുക. മുസാഫ് വെക്കാനും പ്രത്യേകിച്ച് ഒരു സ്ഥലം. കാരണം എന്താ വെച്ചാൽ ഒരു മാസത്തിൽ 2 മാസം കൂടുമ്പോൾ കത്തം ഊതി തീർക്കൂട്ടോ. ഒരുപാട് കത്തം ഇങ്ങനെ മാസം ഓതും. നമ്മൾ ഓതിനും പറയില്ല. അന്നൊക്കെ ഞങ്ങളെന്ത് ചെയ്യും, രാത്രി മുട്ടായൊക്കെ കഴിച്ച് നല്ല രീതിയിലാണ് ആ ദിവസം പൂർണ്ണമാക്കലേ. അപ്പോൾ ഈ റൂമിലും അത്യാവശ്യം ഒരു ഹെവി വിൻഡോ കേട്ടോ, വലിയൊരു വിൻഡോ മാഷാ അല്ലാഹ്. പിന്നെ ഇത് നമ്മളൊരു സ്വപ്നം കേട്ടോ. എൻ്റെ വീട്ടിൽ ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ വീട്ടിലെ ചൂട് കുറക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര വലിയൊരു വിൻഡോ കൊടുത്തിരുന്നത്. അതേപോലെ ഇങ്ങനെ ബെഡ് ഇട്ട് കഴിഞ്ഞാൽ ഒരു ഹെഡിൻ്റെ ആ ഭാഗത്ത് വരാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു വിൻഡോ. ഇവിടെ ഒരു സ്വിച്ച് ബോർഡിൻ്റെ കണക്ഷനും കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ കമ്പ്യൂട്ടറും എൻ്റെ സിസ്റ്റം വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ഒരു കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. കാരണം കമ്പ്യൂട്ടർ നമുക്ക് എപ്പോഴും ഓട്ടോകാഡ് ഡ്രോയിങ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഏതെങ്കിലും സമയത്ത് എടുക്കുകയുള്ളൂ. പക്ഷെ എന്നാലും അവിടെ സിസ്റ്റം വേണമെന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഓൻ അവിടേക്ക് ഒരു കണക്ഷൻ ഇട്ടുന്നുണ്ട്. അതാണ് ആ കണക്ഷന്. പിന്നെ മുകളിൽ ഒരു ഫാൻ വെക്കാം, AC വെക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലെങ്കിലും ഒരു ഓപ്പണ് അവിടെ കൊടുത്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ അത് വളരെ ഉപകാരമായിട്ട്. അപ്പോൾ ഇവിടെയൊക്കെ സീലിംഗ് അടിച്ചപ്പോൾ ഒരു പറയണത് അതുള്ളതുകൊണ്ട് ചൂട് വളരെ കുറവാണെന്ന്. അപ്പോൾ അങ്ങനത്തെ ഒരു ചെറിയൊരു വിൻഡോ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കുട്ടികളുടെ റൂമാണ് മക്കളുടെ റൂം. ഇതിലൊരു പൊത്തുണ്ട് കേട്ടോ. ഈ ബാത്റൂമിൻ്റെ മേലെ ചെറിയൊരു പൊത്തുണ്ട്. പിന്നെ അത് അടി തേച്ചിട്ടൊന്ന് അതേപോലെ തന്നെ കുട്ടികളുടെ റൂം കയറി കഴിഞ്ഞാൽ അൽമർ ബോർഡ് അതേപോലെ തന്നെ. കുട്ടികളുടെ റൂമിൽ എന്തുണ്ട്, അവർക്ക് കുട്ടികൾക്ക് ഇനി ഭാവിയിൽ പഠിക്കണം അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ അവരും എന്ത് ചെയ്തിട്ടുണ്ട്, കമ്പ്യൂട്ടറിൻ്റെ പോയിൻ്റ് അവിടെ ഇട്ടിട്ടുണ്ട്. റൂമിൽ
ബെഡ് സ്വിച്ച് കാര്യങ്ങൾ. അതേപോലെ തന്നെ ഇവിടെ ഒരു ഫുഡ് ലാമ്പ് ഉണ്ടാകുന്ന സംശയമുണ്ട്. ഫുഡ് ലാമ്പ് ഇവിടെ ഒന്ന് വന്നിങ്ങനെ. പിന്നെ ഇതിൽ ഒരു മറ്റേ പൊത്തുണ്ട്. അതേപോലെ തന്നെ പൊത്ത് ബാത്റൂമിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ബാത്റൂമിൻ്റെ പൈപ്പ് കാര്യങ്ങളൊക്കെ വലിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് സെറ്റില്ല. അപ്പോൾ വേസ്റ്റ് അത് ഈ ബാത്റൂമിൻ്റെ ക്ലോസറ്റ് ഇവിടെ തന്നെ ഉണ്ട്. നമുക്കിവിടെ വെറ്റ് ഏരിയ അവിടെ ഡ്രെയിൻ ഏരിയ ആയിട്ട് അങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. അപ്പോൾ പിന്നെ അടുത്തത് കിച്ചണാണ്. ഇനി കിച്ചണിക്ക് പോകും. അവിടെയൊക്കെ തേപ്പ് കഴിഞ്ഞ് വാങ്ങലിങ്ങനെ കാണിക്കട്ടെ. അപ്പോൾ കിച്ചണിക്ക് പോകുമ്പോൾ കിച്ചണിൽ ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കിച്ചണിലും ഇതേമാതിരി തന്നെ എന്ത് ചെയ്ത് 2 റാക്കിനുള്ള സെറ്റപ്പ് ഇപ്പോൾ കെട്ടി വെച്ചിട്ടുണ്ട്. 2 റാക്കിനുള്ള സെറ്റപ്പ് കൂടെ കെട്ടിച്ച് അതേപോലെ തന്നെ കിച്ചണിൻ്റെ ടോപ്പിൽ ഒരു ചെറിയൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഈ സ്മെല്ലൊക്കെ മേലെ പോയി നിന്നിട്ട് അതൊന്ന് ഒഴിവാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒരു വെൻറ്റിലേഷൻ കൊടുക്കാം എന്നുള്ള ലെവൽക്കാണ് ഒരു ചെറിയ വിൻഡോ എടുത്ത്. ഇവിടെ ഒരു വിൻഡോ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ഇത് അങ്ങോട്ട് ചിമ്മിനി അങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്തിട്ട് അങ്ങോട്ട് നിൽക്കുന്നുണ്ട്. ഈ ചിമ്മിനിമ തന്നെ ഈ റാക്കുമ്പോൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് അവിടെ സെറ്റപ്പ് ചെയ്തെടുത്തിട്ടുള്ള അവൾക്ക്. പിന്നെ ഇവിടെ പുറത്തേക്കൊരു 35 ഇഞ്ചിൻ്റെ ഒരു സിങ്ക്, വലിയൊരു സിങ്ക് അവിടെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഈ സ്റ്റോർ റൂം നേരത്തെ കാണിച്ചിരുന്ന സ്റ്റോർ റൂം ഇവിടെ നിന്നാണ് അതിൻ്റെ ഫോയർ കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. ഓക്കെ. ഇവിടെ ചെറിയ അൽമറ ബോർഡ് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ഈ മേൽഭാഗത്തൊരു ചെറിയ റാക്ക് ഇട്ട് കൊടുത്തിട്ട് അതിന്മേൽ ഒരു ചെറിയൊരു ഡിസൈൻ എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ അതിനനുസരിച്ചാണ് അത് ചെയ്തിട്ടുള്ളത്. ആ ലൈറ്റായിട്ട് കൊടുക്കുന്നില്ല കേട്ടോ, ലൈറ്റായി കൊടുക്കുന്നില്ല. പക്ഷേ അപ്പോൾ ഒക്കെ മേലെ 4 ലൈറ്റ് പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇൻറ്റീരിയർ ഒന്നും ഇനി ചെയ്യൂല. അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട് അവിടെ 4 ലൈറ്റ് പോയിൻ്റ് അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരു ഫാനിൻ്റെ ഊക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. പയങ്ങൾ എന്തെങ്കിലും തൂക്കണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെറിയ എന്തെങ്കിലും തൂക്കാണെങ്കിൽ ഒരു ഊക്ക് ഇവിടെ എക്സ്ട്രാ 6 mm ഊക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് വീട്ടിലെ വിശേഷം കേട്ടോ. പിന്നെ ഇവിടെ സിറ്റ് ഔട്ടിന് സ്റ്റെപ്പ് അടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കെട്ടിയിട്ടുണ്ട്. ഞങ്ങൾ തിരക്കായതുകൊണ്ട് സ്റ്റെപ്പ് ചെയ്തിട്ടില്ല. സ്റ്റെപ്പിന് വർക്ക് ചെയ്യണം ഇൻഷാ അല്ലാഹ്. ഇതിന് പലരും സ്റ്റെപ്പിൻ്റെ ടെക്നിക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചിരുന്നത്. സാധാരണ രീതിയിൽ തന്നെ നോർമൽ സ്റ്റെപ്പാണ്. ഇവിടുന്ന് വർക്ക് ഇറങ്ങാനുള്ളൊരു സെറ്റപ്പ്. ഇവിടെ നമ്മൾ പെട്ടെന്ന് പണിയൊക്കെ കഴിഞ്ഞ് വന്നാൽ ഒന്ന് റെസ്റ്റ് എടുക്കാനുള്ള ചെറിയൊരു സീറ്റിംഗ് ഏരിയ ഉണ്ടാക്കണം. കാരണം പെട്ടെന്ന് വന്നിട്ട് ഇരിക്കാനുള്ള അപ്പോൾ എപ്പോഴും തുടച്ച് ഒഴിവാക്കാൻ പ്രയാസം ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റെപ്പ് ഒരു ലേശം അങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം അവിടുന്ന് ഒരാൾ വരുമ്പോൾ ഇവിടെ ഒന്നുകൊണ്ട് മാറി നിൽക്കണമെങ്കിൽ ഒരു ചെറിയ ഗ്യാപ്പ് പോലെ. അതേപോലെ അങ്ങോട്ട് ഒരു പ്രൊജക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ പ്ലെയിനാക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ അത് മണ്ണിട്ട് ഫില്ല് ചെയ്തിട്ട് കോൺക്രീറ്റ് ചെയ്യാനുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ ഒരു ഷൂ വെക്കാളിൻ്റെ ചെറിയ മോൾ എപ്പോഴും പറയും ഷൂ വെക്കാനുള്ള ഒരു റാക്ക് ഇപ്പച്ചിയ വാങ്ങട്ടെ എന്നാൽ അതിന് ആ സെറ്റപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ അൽമറ ബോർഡ് വരുന്നത് ഇൻഷാ അല്ലാഹ് ഞാൻ അതിൻ്റെ വീഡിയോ വിശദമായിട്ട് ഒരു ദിവസം ചെയ്യേണ്ടായി അങ്ങനെ ചെയ്യേണ്ടിയെന്നുള്ള കേട്ടോ. പലരും ചെയ്യലുണ്ട് പല ഇക്കുമത്തിലും. നമ്മൾ അങ്ങനെയാണ് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. ബാക്കി പുറം ഭാഗങ്ങളൊക്കെ തേക്കാണ്ട് മേൽഭാഗത്ത് ഷീറ്റിട്ട് ആ ഷീറ്റിൻ്റെ ചൂടാണ് അവർ പറഞ്ഞത് കേട്ടോ. ഒരുപാട് പ്രയാസമുണ്ട് ചൂടിട്ട് ഷീറ്റിട്ടുണ്ട് മേലെ തേക്കാനെന്ന് പറഞ്ഞ്. കാരണം നല്ല ഹീറ്റാണ്. 24 അടിൻ്റെ ഷീറ്റ് ആയതുകൊണ്ട് നല്ല പ്രയാസം ഉണ്ടാക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് തേപ്പിൻ്റെ വിശേഷങ്ങൾ. ഇവിടെ ഒരു ചെറിയ കട്ടിങ് വന്നിട്ടുണ്ട്. അപ്പോൾ കട്ടിങ് നമുക്ക് എന്ത് ചെയ്യണം, നീർത്തി കൊണ്ടുവരണം. അതുപോലെ തറൻ്റെ ചെറിയ ഡിസൈൻ ഉണ്ടായി ഞാൻ ഇൻഷാ അല്ലാഹ് പിന്നീട് പറഞ്ഞു തരണം. ഓക്കെ. നമ്മൾ എത്ര ഫിൽട്ടർ ചെയ്ത് കൊണ്ടുവരാൻ മണലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. മണൽ കച്ചറൊന്നും ഇല്ല. പക്ഷേ എന്താണ് പറയുക, ഈ ചെറിയ പൂച്ചക്കാഷ്ടം അതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒന്നും കൂടി അരിക്കണം കേട്ടോ. എത്ര ഫിൽട്ടർ ചെയ്ത് നമ്മൾ അവിടെ നിന്ന് വാങ്ങുകയാണെങ്കിലും നമ്മൾ ഈ പായ ഇട്ടുമ്പോൾ ഈ പായിൻ്റെ പൊടി അതേപോലെ തന്നെ നല്ല മണലാട്ടോ. ഫിൽട്ടർ ചെയ്ത് വരുന്ന മണൽ നല്ല അടിപൊളി മണലാട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ചിലവർ എന്തൊക്കെയോ പ്രയാസങ്ങളൊക്കെ പറയുന്നുണ്ട്. കണ്ടങ്ങൾ മണൽ കച്ചറൊന്നും ഇല്ല. പക്ഷേ നല്ല ഫിൽട്ടർ നല്ല സൂപ്പർ മണൽ. ഒരു ചളിക്കട്ട ഒന്നും കേട്ടോ. പക്ഷേ പൂച്ചക്കാട്ടങ്ങളുണ്ട്, നിറച്ച് പൂച്ചക്കാട്ടം. അപ്പോൾ എന്ത് ചെയ്താണ് ഒന്നും കൂടി അരിച്ചതാണ് കേട്ടോ.